തരം വെള്ളങ്ങളെക്കുറിച്ച് പഠിച്ചു. തൊഹൂർ, താഹിർ, മുത്തനജ്ജിസ്. തൊഹൂറായ വെള്ളത്തിൻ്റെ പ്രത്യേകത അത് സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ്. താഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷേ മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റില്ല. മുത്തനജ്ജിസായ വെള്ളം എന്ന് വെച്ചാൽ നജസ് കലർന്ന, അതായത് മലിനമായ വെള്ളമാണ്. അത് ഉപയോഗിക്കാനും പറ്റില്ല, സ്വയം ശുദ്ധിയും ഇല്ല. ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള വെള്ളം പരിചയപ്പെടുത്തുക. എല്ലാവരും തൊഹൂറായ വെള്ളം കയ്യിലെടുക്കുക. തൊഹൂർ, തൊഹൂർ, തൊഹൂറല്ലേ? ആ വെള്ളം എന്തിനു പറ്റും? കുടിക്കാൻ പറ്റുമോ? വുളു ചെയ്യാൻ പറ്റുമോ? കുളിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കഴുകാൻ പറ്റുമോ? പറ്റും. ഇനി താഹിർ, താഹിറായ വെള്ളം. താഹിറായ വെള്ളം തൊഹൂറായ വെള്ളത്തിൽ എന്ത് കലർന്നതാണ്? തേൻ, പാഷൻ ഫ്രൂട്ട്, പെപ്സി, നാരങ്ങ, തേൻ, മൈദ, നാരങ്ങ, ചായ, നാരങ്ങ വെള്ളം. ഏതാ? പെയിന്റ്, സർബത്ത്, മൈദപ്പൊടി, കഞ്ഞിവെള്ളം, ടാങ്ക് പൊടി. അപ്പൊ ഈ വെള്ളം എന്തിന് കുടിക്കാൻ പറ്റുമോ? കുടിക്കാൻ പറ്റൂലേ? പറ്റും. കുളിക്കാൻ പറ്റുമോ? വുളു ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കഴുകാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് സ്വയം ശുദ്ധിയുണ്ട്, മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. ഇനി മുത്തനജ്ജിസായ വെള്ളം എടുക്കേ. മുത്തനജ്ജിസായ വെള്ളം അതിൽ നജസ് ആയതുകൊണ്ടാണ് മുത്തനജ്ജിസായത്. ആ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല. കുളിക്കാൻ പറ്റുമോ? ഇല്ല. ആ വെള്ളം കൊണ്ട് കൊപ്പിളിക്കാൻ പറ്റുമോ? ഇല്ല. ആ വെള്ളം കൊണ്ട് കഴുകാൻ പറ്റുമോ? ഒന്നിനും പറ്റില്ല, അല്ലേ? അങ്ങനെയുള്ള വെള്ളമാണ് മുത്തനജ്ജിസ്. അത് സ്വയം ശുദ്ധിയില്ല, മറ്റുള്ളതിനെ ശുദ്ധിയാക്കാനും പറ്റില്ല. ഓക്കെ അല്ലേ?